ഭയങ്കര മെസ്സപ്പ് ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവരുടെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വന്നത്, ഹസ്ബൻഡും കൂടെ വന്ന് ഇവിടെ മറ്റേ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ പെർമിഷൻ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് പറയും ഞാനിപ്പോ ലൈവ് പോകും, ഞാനിപ്പോ ഇത് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാണ്. വിതൗട്ട് ആ പെർമിഷൻ അവരിവിടെ ചെയ്യുന്നു. പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന വേറെ അതർ ക്ലയൻസിനോട് ചെന്നിട്ട് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ഡീറ്റെയിൻ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ഹെൽത്ത് ടിപ്സും ബ്യൂട്ടി ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ 100 നാവാ. പക്ഷെ അവനവന്റെ മുഖത്തൊരു കുരു പാണ്ടോ വന്നു കഴിഞ്ഞാൽ ആ ടിപ്സ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. നേരെ വിടും ഡോക്ടറെ കാണാൻ. നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഡെയിലി എത്ര റീൽസ് കാണുന്നു. അതിൽ ഓരോ ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് വെള്ളം തൊടാണ്ട് വിഴുങ്ങി നമ്മൾ തേക്കാൻ തുടങ്ങും. സത്യം പറയുകയാണെങ്കിൽ ഇവരത് വാങ്ങിയിട്ടൊന്നും തേച്ച് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞ യൂട്യൂബർ ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവനവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഒരു സ്റ്റെറോയിഡ്, ഒരു വൈറ്റനിങ് ക്രീം തേച്ചിട്ട് പാണ്ട് വന്നു മുഖത്ത്, നേരെ വിട്ടു ഹോസ്പിറ്റലിലേക്ക്. എന്നിട്ട് അവിടുന്ന് കൊളാബറേഷൻ കിട്ടിയില്ല. അതിനും കൊളാബ് വേണം കേട്ടോ. അതിന്റെ കാരണങ്ങൾ കൊണ്ടാ തോന്നുന്നു. നമുക്ക് എന്തായാലും രണ്ടുപേരുടെയും സൈഡ് ഒന്ന് കേട്ട് നോക്കാം. സംഭവം എന്തായാലും ഇപ്പൊ കേസായിട്ടുണ്ട്. ആദ്യം നമുക്ക് കല്യാണിക്ക് പറയാനുള്ള എന്തായാലും കേൾക്കാം. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷെ സീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പ പണിക്കൊന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. ഞാൻ പറഞ്ഞല്ലോ, ഇവര് നമുക്ക് ടിപ്സ് മാത്രമേ തരുള്ളൂ. പക്ഷെ അവനവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ടിപ്സ് എടുത്ത് പ്രയോഗിക്കാൻ ഇവർക്ക് അന്ന് ഓർമ്മ ഉണ്ടാവില്ല. അന്ന് ഡോക്ടർ തന്നെ കാണണം കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയും ഒക്കെ. അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റോ ബൈ, സീ യു. BDSനും MBBSനും ഒക്കെ ചേച്ചി പുല്ല് വിലയാണ് തരുന്നത്. അല്ല, എന്റെ സംശയത്തല്ല. ഈ BDS പഠിച്ച ഡോക്ടർ ആരെങ്കിലും സ്കിൻ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ വന്നിരിക്കുവോ? സംഭവം അപ്പൊ ഇതാണ് കല്യാണിക്ക് പറയാനുള്ളത്. പക്ഷെ നേരെ നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് ക്ലിനിക്കിക്ക് വിളിച്ചു ചോദിച്ചപ്പോ ഉണ്ടായ സംഭവം നമുക്കപ്പോ ഓരോന്നായി മെല്ലെ ചുരുളയിക്കാം. ഫസ്റ്റ് വെച്ചിട്ട് അറൗണ്ട് ഒരു 8 months മുന്നാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീം 8 months മുമ്പ് തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ അത്രയും വരെ ഇല്ലാത്ത കംപ്ലൈന്റ് ആണോ ഇപ്പോ? ബില്ലടക്കം ചോദിച്ചിട്ട് തന്നില്ല എന്ന് കേട്ടു. അപ്പൊ ഇത്രയും 8 മാസത്തെ ബില്ലടക്കം എങ്ങനെ തരാതിരിക്കുക? നമ്മൾ ഏതൊരു ക്ലിനിക്കിക്ക് പോവുകയാണെങ്കിലും അപ്പൊ ചെയ്ത പ്രൊസീജിയറിന്റെ ഒന്നല്ലെങ്കിൽ നമുക്കൊരു മെയിൽ കിട്ടും, അല്ലെങ്കിൽ അവിടെ നമുക്ക് ബില്ല് തരേണ്ടതാണ്, അല്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പൊ അതിന് പിന്നീട് അവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും ബാക്കി കാര്യങ്ങളോടും കേൾക്കാം. ഒരു സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി. കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. ആൻഡ് സിസ്റ്റർ വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീംസ് കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഗ്ലൂട്ടതയോൺ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ്
ആൻഡ് IVs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷനിൽ ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. കൊളാബ് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അത്യാവശ്യം വ്യൂവർഷിപ്പും ഉണ്ട്. ആണ്ടിലൊരിക്കലാണ് അതിന് വീഡിയോ ഇടുന്നത്. പൈസക്ക് ആർത്തിയാണെങ്കിൽ അതിൽ കുറച്ച് വീഡിയോ ഇട്ടാ പോരെ. എന്തിനാടോ അസുഖം വന്നിട്ട് പോയിട്ട് അവിടുന്ന് കൊളാബ് ആവശ്യപ്പെടുന്നത്? ശരി, പേഴ്സണൽ കാര്യമായിരിക്കാം. സ്വന്തം വയ്യായികയ്ക്ക് കാണിക്കാൻ പോയിട്ട് അവിടുന്ന് കൊളാബ് ആവശ്യപ്പെടുന്നത് മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിൽ പറയാട്ടോ. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. കൊളാബ് ചോദിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലടേ. ബാക്കി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു. ആളുടെ ഫീൽഡ് ആണല്ലോ, ലൈക് ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട് എല്ലാരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഈവൻ പെയ്ഡ് ആഡ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. ബിക്കോസ് നിങ്ങൾക്ക് സിഇഒക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയില്. We are not interested. Ma'am is not interested on that. Like because നമുക്ക് അല്ലാതെയുള്ള ആക്ട് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മള് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല. നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അറിയോ? 15 വർഷത്തിന് മേലെയായി. തൃശ്ശൂരും കൊച്ചിയിലും ഒക്കെ. ഞങ്ങള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. ഓക്കെ. അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നു നാട് കൊല്ലത്താന്ന് തോന്നുന്നു. അപ്പൊ കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് വന്ന ഒരു ക്ലയന്റ് ആണ്. ഇവിടെ കല്യാണി വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡോക്ടർ ആണ്ടിലേക്ക് കയറി വരുള്ളൂ എന്നുള്ളത്. അതായത് 3 മാസം കൂടുമ്പോഴാണ് ക്ലിനിക്കിൽ തന്നെ വരുള്ളൂ എന്നുള്ളത്. സ്റ്റാഫ് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മേഡത്തിന്റെ വലിയൊരു ഫാനാണ് കല്യാണി എന്നുള്ളത്. രണ്ടും കൂടി കൂട്ടി വായിച്ചു നോക്കുമ്പോ ഒന്നും ഒത്തു പോകുന്നില്ലല്ലോ. നമുക്ക് നുണ പറയാം, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. സംഭവം ശരിയാണ്. ഞാൻ ഇവരുടെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കുന്ന സമയത്ത് യാതൊരുവിധ സെലിബ്രിറ്റി കൊളാപ്സോ അങ്ങനത്തെ ഒന്നും കാണാനില്ല. മെയിൻ ആയിട്ട് ഈ ക്ലിനിക്ക് ഏതാന്ന് പബ്ലിക് ആവാനുള്ള കാരണം ആ വീഡിയോന്റെ താഴെ തന്നെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, ഫോർ മീ ഐ ആം ആണോ ചേച്ചി, എനിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതാ റിപ്ലൈ തരണേ എന്നുള്ളത്. ഇനി കല്യാണി തന്നെ വേറെ ഫേക്ക് അക്കൗണ്ടിൽ കയറി ഇട്ട കമന്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അങ്ങനെ ചോദിച്ചാൽ അതിന് നേരെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അതേ എന്നുള്ളത്. ഒരു ബ്രാൻഡ് വളർത്തിക്കൊണ്ടുവരാൻ എന്തുമാത്രം ഡിഫിക്കൽട്ടീസ് ആണ് ഫേസ് ചെയ്യുന്നതെന്ന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ആലോചിക്കുന്നില്ല. ഇവർക്ക് വന്നൊരു നെഗറ്റീവ് അത് മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ അയ്യോ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ എന്നുള്ളൊരു ചിന്ത എന്തായാലും വരും. അതൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെയാണ്. പിന്നീട് അതിന് സത്യം തെളിയാൻ എത്ര സമയം എടുത്താലും ആ ടൈം ഓഫ് പീരീഡിൽ അതൊരു നെഗറ്റീവ് തന്നെയാണ്. ഒരിക്കലും ഒരു കൊളാബ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ചെറ്റത്തരങ്ങൾ ചെയ്യാൻ പാടില്ല. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. ബാക്കി കാര്യം കൂടി കേൾക്കാം. ഇവര് അല്ലാതെ നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോൾ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്ന എന്താ. അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല പറയുന്നത്? അല്ല, ബില്ലൊക്കെ നമ്മൾ കൊടുക്കായികയല്ല. ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പേയ്മെന്റ് ചെയ്തു വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ എനിക്കുള്ള റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മള് ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിസൾട്ടിലോട്ട് പോകുന്നില്ല. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ കൊളാബ് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അത് എന്താ ഞങ്ങൾക്ക് അത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആദ്യം പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഗെയിൻ ആള് 2-3 സെഷൻ വീണ്ടും വന്നു. പേയ്മെന്റ് ചെയ്ത് തന്നെ ആള് പ്രൊസീജിയറൊക്കെ ചെയ്തു. ആൻഡ് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ 3-4 സെഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോൾ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് ആള് പറഞ്ഞു. ആള് ഇതിനിടയിൽ വേറെ ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ റേറ്റ് മാച്ച് ഉണ്ട്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ക്ലൈനോട് ട്രീറ്റ്മെന്റ് അങ്ങനെ എമൗണ്ട് പറഞ്ഞ ക്ലൈന്റിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷമാണ് ശരിയാണ്. ഓരോ ക്ലിനിക്കിന് ഓരോ റേറ്റ് ആണ്. ഇപ്പൊ എന്ത് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആണെങ്കിലും അങ്ങനെ തന്നെ. അതൊക്കെ നമ്മൾ ഓൾറെഡി എൻക്വയറി ചെയ്തിട്ട് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇതിനൊക്കെ പോവാൻ. വേണ്ട രീതിയിലുള്ള ബില്ലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, മെയിൽ അടക്കം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും കേൾക്കാം. എല്ലാ ബില്ലും ക്ലയന്റ് പോകുമ്പോൾ തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. അവരുടെ പ്രൊഡക്റ്റ് മേടിക്കണം, നമ്മുടെ ബാഗിനകത്ത് തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മൾ ലീഗലി മൂവ് ചെയ്തല്ലോ, നമ്മളും ലീഗലി നമ്മളാണ് ആക്ച്വലി ലീഗലി ഞങ്ങൾ ഇന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിച്ചപ്പോഴാണ് അവര് കംപ്ലൈന്റ് കൊണ്ടുവന്നത്.
കല്യാണി അവരുടെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരവിടെ കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ളത്. സ്റ്റാഫിനെ വിളിച്ച് പറയുമ്പോൾ അവരാണ് ഫസ്റ്റ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്, അതിനുശേഷമാണ് കല്യാണി കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ കല്യാണി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനെപ്പറ്റി ഡിഫൈൻ ചെയ്തിട്ട് ഒരു ലെങ്ത് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അത് ഇതേവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാ? ഇനി അടുത്ത വള്ളി പിടിക്കേണ്ട വെച്ചിട്ടാണോ? ഓൾറെഡി നല്ലൊരു വള്ളിയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. അവരുടെ കംപ്ലൈന്റ് എന്തായിരുന്നു? അവരുടെ കംപ്ലൈന്റ് ബിൽ കൊടുത്തില്ല, അവരുടെ റെക്കോർഡ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി. കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാതെ അവര് ഞാൻ ചോദിക്കട്ടെ, ഒരു 8 മാസം മുൻപുള്ള ഒരു ക്ലയന്റ് ഗവൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ 8 മാസം കണ്ടിന്യൂസ് ആയി വരും. 8 മാസം എടുത്ത് നമ്മള് എന്താണ് നമ്മൾ ചീറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്കാം ആണെന്ന് അവരെ റിയലൈസ് ചെയ്യാൻ. എത്ര നാൾ വന്നിട്ടുണ്ട്? എത്ര നാൾ വന്നിട്ടുണ്ട് അവിടെ? 8 months പ്ലസ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇവരുടെ കൺസേൺ ഇവർക്ക് വിലക്കണം, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയണം, മെലിയണം, ഇതൊക്കെയാണ്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വീക്കിലി മൂവ് ചെയ്തപ്പോ കോർട്ട് ത്രൂ ഒരു പേപ്പർ അയച്ചു. അപ്പൊ നമ്മൾ അത് നമ്മുടെ അഡ്വക്കേറ്റ് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കോർട്ട് ത്രൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വേർഷൻ, ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. ഐ മീൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കംപ്ലൈന്റ് എടുത്ത് ആക്ച്വലി ഞങ്ങളാണ്. ഞങ്ങൾ എന്നിട്ട് കംപ്ലൈന്റ് എടുക്കുമ്പോൾ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിക്കുമല്ലോ, രണ്ടുപേരെയും കൂടെ. അല്ല, നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? അവര് ഇങ്ങനെ അലിഗേഷൻ വന്നതിന് ശേഷമാണ് കംപ്ലൈന്റ് കൊടുത്തത്? ഭയങ്കര മെസ്സപ്പ് ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവരുടെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വന്നത്, ഹസ്ബൻഡും കൂടെ വന്ന് ഇവിടെ മറ്റേ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ പെർമിഷൻ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് പറയും ഞാനിപ്പോ ലൈവ് പോകും, ഞാനിപ്പോ ഇത് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാണ്. വിതൗട്ട് ആ പെർമിഷൻ അവരിവിടെ ചെയ്യുന്നു. പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന വേറെ അതർ ക്ലയൻസിനോട് ചെന്നിട്ട് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ഡീഫെയിം ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ദിലീപിന്റെ വൈഫ് കാണിക്കുന്ന പോലെ തന്നെ ഞാനിപ്പോ ലൈവ് പോവും, നിന്റെ ഒക്കെ കട ഞാനിപ്പോ പൂട്ടിക്കുമടാ, ആ ലെവലാണ്. ലൈവ് പോയിട്ട് എന്താ കാര്യം ചേച്ചി? തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാ. ഇപ്പൊ തലയിലൊരു കേസും വന്നു. എന്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ കൊളാബ് കിട്ടിയില്ല, അതിന്റെ ഒരു സങ്കടവും ദേഷ്യവും കാരണം കൊണ്ടായിരിക്കാം. പിന്നീടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കാം, കാരണം സ്കിൻ ട്രീറ്റ്മെന്റ് എന്നുള്ള പോയവർക്ക് മനസ്സിലാവും എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്നുള്ളത്. സ്റ്റാഫിനെയൊക്കെ ഹറാസ് ചെയ്യുന്ന പോലെ ലൈക്ക് സ്റ്റാഫിന് എവിടെ ഇപ്പൊ വേണം. അപ്പൊ നമ്മൾ പറയുന്നത് ബില്ല് തരുന്നതിന് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകും. നമ്മൾ മെയിൽ ത്രൂ ഇനിയും നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് അവരെ കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളത് മെയിൽ ത്രൂ ഇന്ന് തന്നെ ഫുൾ ഡീറ്റെയിൽസ് അവരെ തരാം എന്നിട്ട് അവരാണ് സംസാരിക്കുന്നത്. ഇവരെ കരച്ചിലും ഭയങ്കര ഇമോഷണൽ സാധനങ്ങൾ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാറാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മള് മെയിൽ ത്രൂ അയച്ചിട്ടുണ്ട്. ഇപ്പൊ ലീഗൽ പേപ്പർ വന്നപ്പോ അങ്ങനെ അയച്ചിട്ടുണ്ട്. ബാക്കി ഫുൾ ആയിട്ട് ലീഗലി പോകാനാണ് പ്ലാൻ. അതാണ് നമ്മൾ വേറെ വീഡിയോസ് ഒന്നും നമുക്കിപ്പോ ഈ വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായി. അതിനകത്ത് അവര് പക്ഷെ ഈ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, അവരൊരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്. സംഭവം അത്രേ ഉള്ളൂ. അവരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പിൻ ചെയ്ത് വെച്ചു. അതോടൊപ്പം തന്നെ ആ പിൻ ചെയ്ത് വെച്ച കമന്റിന് 1000ന്റെ അടുത്ത് ലൈക്കും കിട്ടിയിറക്കണു. ആ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ 3 മില്യന്റെ അടുത്തും പോർക്കുന്നു വ്യൂവർഷിപ്പ്. കല്യാണി ചേച്ചി മാനനഷ്ട കേസിന് ഇവരെങ്ങാനും കേസ് ഫയൽ ചെയ്താ അടപടല മൂഞ്ചും. പറയുന്ന തുക ഉണ്ട് കൊടുക്കേണ്ടി വരും. കയ്യിലൊരു പ്രൂഫും ഇല്ലെങ്കിൽ. ഇവര് കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാ ബില്ലും ഡീറ്റെയിൽസും ഫയൽസും എല്ലാം നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് വിത്ത് മെയില്. ഇനി എന്തായാലും നിങ്ങൾക്കുള്ള ആകെ ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ലെങ്ത് വീഡിയോ ആയിട്ട് വരിക. കാരണം നിങ്ങളുടെ ഭാഗം നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യണം. അപ്പൊ എന്തായാലും ഇത്രയും കണ്ട ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.